ഹലോ, എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഇത് പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ മരിച്ച സങ്കടം തന്നെയാണ്. ആ സങ്കടം ഇനി മാറുന്ന കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറാതിരിക്കില്ലല്ലോ. നമ്മൾ മനുഷ്യർക്ക് അങ്ങനെയല്ലേ. ഞാൻ വിചാരിച്ചിപ്പോൾ നല്ല മഴയാണ്, ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒന്നിലോട്ട് എൻഗേജ് ചെയ്താലേ നമ്മളുടെ വിഷമം മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് അഗ്ലോണിമ നമുക്കൊന്ന് വെട്ടി വേറൊരു പ്ലോട്ടിലോട്ടാക്കിയാലോ എന്ന് വെച്ച്. ഭയങ്കര വിലയാണ് ഇതിന്, 1000 കൂടുതൽ രൂപ വിലയുണ്ട്. ഞാൻ 2 ചെടിച്ചട്ടി ചാണകവും മണ്ണും ഒക്കെ ഇട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ വെട്ടിയെടുത്തുകൊണ്ട് പോകാം. എൻ്റെ 1-2 പൂച്ചക്കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കരയുന്നുമുണ്ട്. ആകെ വിഷമം തന്നെ. നമുക്ക് അഗ്ലോണിമ ഒന്ന് വെട്ടിയെടുക്കാം. ഇത് ഇപ്പം കിളിർക്കുന്ന ഭാഗം നോക്കി വെട്ടിയെടുക്കാം. ഞാനൊരു കത്രിക കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, മിണ്ടായിരിക്കടാ, ഇവിടെ വെച്ച് വെട്ടിയാൽ കിളുക്കുമോ എന്തോ. ഏതായാലും നോക്കാം. പോയി നമ്മുടെ രൂപ പോയതിൻ്റെ അല്ല, നമുക്ക് ചെടി നഷ്ടപ്പെടുമ്പോൾ ഒരു വിഷം മാത്രമേ ഉള്ളൂ. അല്ലാതെ രൂപയുടെ ഇന്ന് ഒരു നാളെ പോകണം അങ്ങനെയല്ലേ. ഇങ്ങനെ വെട്ടി അപ്പോൾ ഒരെണ്ണം വെട്ടിയെടുക്കുക. കേട്ടോ, നല്ല ഭംഗിയായിട്ട് നല്ല രസമുള്ള ചെടിയാണ് കേട്ടോ ഈ അഗ്ലോണിമ. നമുക്കിതിൽ നിന്ന് ഒന്നും കൂടെ വെട്ടിയെടുക്കാം കേട്ടോ. ഇതിനെ ഒന്നും കൂടെ വെട്ടിയെടുക്കാം, അല്ലാതെ നമുക്ക് ശരിയാവില്ല. എവിടെ വെച്ച് വെട്ടാം. 2 വെട്ടിയെടുത്ത്. അപ്പം ബാക്കി ഒരെണ്ണം ഇതിൽ നിൽക്കട്ടെ. ഇത് ഇനി കിളുത്ത് വന്നോളും എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ചെടി ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇതിന് കിളുത്ത് വന്നുകൊണ്ടിരിക്കുക. നമുക്കിനി ഇതിനെ 2 എടുത്തുകൊണ്ട് പോയി കൊണ്ടുപോയി നടാം. ഞാനിതിനെ എങ്ങനെ പൊക്കിയെടുക്കും? മാറില്ല, എന്ത് ചെയ്യാൻ പറ്റും? മാറടി, എന്നെ എടുത്തുകൊണ്ട് പോകണേ. നമുക്കിവിടെ കൊണ്ടുവന്ന് ഇതൊന്ന് സ്റ്റാൻഡൊക്കെ ഇട്ട് വയ്ക്കാം, ഈ ക്യാമറയെ. എന്നിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇപ്പം വയ്ക്കാം. ഇതാണ് 2 ചെടിച്ചട്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. നമുക്കിപ്പം വയ്ക്കാം. അപ്പോൾ ഞാൻ ചെടിച്ചട്ടി എല്ലാം എടുത്ത് മുകളിലോട്ട് വെച്ച് എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. 2 ചെടിച്ചട്ടി എടുത്ത് മുകളിലോട്ട് വെച്ച് 2 ചെടിച്ചട്ടി കൈ വെച്ച് എന്തെങ്കിലും നടാം. അപ്പോൾ കൈൻ്റെ ആവശ്യം അതല്ലേ. അയ്യോ, ഇതൊക്കെ ഉണ്ടായില്ല. എന്നെ പൂച്ചക്കുട്ടി ശല്യപ്പെടുത്തുന്നതാണ്. ഇത് നമ്മൾ 2ാമത് വെട്ടിയതാണ്. കുഴി ഒഴിച്ച് നമുക്ക് ഭംഗിയാക്കിയിട്ട് വയ്ക്കണം. ഇല്ലെങ്കിൽ വളർന്നില്ലെങ്കിൽ ചെടി പോകുന്നതാണ് സങ്കടം. അല്ലാതെ പൈസ വാങ്ങുന്നതിൻ്റെതും സങ്കടമുണ്ട്. എന്നാലും ചെടിയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ ഇത് കട്ടിന് നമുക്ക് മറ്റേ ചെടിച്ചട്ടിയിലെടുത്ത് അടുത്തത് നടാം. എന്തോന്ന് വേണം മക്കൾക്ക്? എന്തോന്ന് വേണം? കുഞ്ഞിനെ തട്ടിയിടല്ലേ. 2ാമത്തതും നടന്ന് കാണാമോ എന്തോ നോക്കട്ടെ. ഞാൻ കാണാമോ? കാണാൻ പറ്റുന്നുണ്ട്. ഇത് 2ാമത്തെ ചെടി അതും ഇങ്ങോട്ട് എടുത്ത്. ഇത് ഏറ്റവും മോളിൽ നിന്ന് നമ്മൾ വെട്ടിയതാണ്. 2 ചെടിയും മറ്റേതൊന്നും കൂടെ വരുമ്പോൾ നമുക്കിപ്പം എനിക്കിനി ഒരു ചട്ടിയിലും കൂടെ ഉണ്ട്. അപ്പോൾ അതിപ്പം ഇത് കിളുത്തിട്ട് നമുക്ക് ഭാഗ്യം പരീക്ഷിക്കാം. ഇതൊക്കെ പോയാൽ പിന്നെ എല്ലാം കൂടെ പോകില്ലേ. അപ്പോൾ ഇതിപ്പം ഇതായി. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് വളമൊന്നും ഇടേണ്ട കാര്യമില്ല. ഇതിപ്പം വളമൊക്കെ ഇട്ട് മണ്ണ് മാറിക്കടി ഒക്കെ വെച്ച്. ഇപ്പോൾ 2 ചെടി നല്ല ഭംഗിയായിട്ട് ഇഷ്ടമായോ എല്ലാവർക്കും? 2 ചെടി. അപ്പം ഒരു ചെടിയിൽ നിന്ന് 2 ചെടി നട്ടപ്പം 3 ചെടിയായി. കിളുക്കുമെങ്കിൽ 3 ചെടിയാവും. നല്ല ഭംഗിയില്ല? എന്തൊരു ഭംഗിയാണെന്നത് കാണാൻ. അപ്പോൾ നമുക്കിനി ഞാൻ വേറെ ഒരു പേണും കൂടെ നട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല, ഞാനത് കാണിച്ചു തരാം. ഈ പേൺ നടുമ്പോഴൊക്കെ എനിക്ക് ഒട്ടും മൂടില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ എൻ്റെ ഹാങ്ങിങ്ങിൽ 2 ഫേൺ നട്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഫേണാണ്. നമ്മൾ വാങ്ങിക്കാനൊക്കെ ചെന്നാൽ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. ഇതിവിടെ തന്നെ താഴെ എടുത്ത് നിന്നതാണ്. ഞാൻ അതിനെ 2നെയും കൂടെ പതുക്കെ പൊക്കിക്കൊണ്ട് വന്ന് ഇന്നലെയല്ല, ഞാൻ എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നട്ടതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അസുഖമായിരുന്നു. അപ്പോൾ എനിക്കൊന്നും കാണിക്കാനും ഒന്നും പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാത്തത്. എല്ലാവർക്കും എൻ്റെ ചെടികളൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.